കേരളത്തിൽ വൈദ്യുതി മേഖലയിൽ വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായി അടുത്ത 5 വർഷം നിരക്ക് പരിഷ്കരണത്തിനുള്ള കരട് ഇറക്കിയിരിക്കുകയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. 2027 മുതൽ 2032 വരെ വൈദ്യുതി നിരക്ക് പരിഷ്കരണം എങ്ങനെയാകണമെന്നുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരടാണ് വൈദ്യുതി റെഗുലേഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. പകൽ സമയത്ത് കുറഞ്ഞ നിരക്ക് കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്താൻ അടക്കമുള്ള നിർദ്ദേശങ്ങളും ഇതിലുണ്ട്. സമയം നോക്കി നിരക്ക് കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവുമുണ്ട്. നിലവിൽ മാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് TOD സംവിധാനമാണുള്ളത്. സോളാർ വൈദ്യുതി സുലഭമായ പകൽ സമയത്ത് കുറഞ്ഞ നിരക്കിലും ഉയർന്ന വൈദ്യുതി ഉപയോഗമുള്ള രാത്രിയിൽ ഉയർന്ന നിരക്കുമാണ് ഏർപ്പെടുത്താൻ പോകുന്നത്. ഇതിലൂടെ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത കുറയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. 2024 വരെ KCBക്കുണ്ടായ നഷ്ടം ഉപഭോക്താക്കളിൽ നിന്ന് 2027 മുതൽ തിരിച്ചുപിടിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളം പുറമേ നിന്ന് വാങ്ങിയത് 56,904 കോടി രൂപയുടെ വൈദ്യുതിയാണെന്നാണ് കണക്കുകൾ. ഇതിൽ 2023-24 വർഷങ്ങളിൽ 12,982.59 കോടി രൂപയുടെ വൈദ്യുതിയാണ് കേരളം വാങ്ങിയതെന്നും 2024-2025 12,749.65 കോടിയായും 2025-26 സമയത്ത് 11,399.30 കോടി രൂപയായും കുറഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം. അതേസമയം 2025-26 കേരളത്തിൽ ഭേദപ്പെട്ട നിലയിൽ കാലവർഷം ലഭിച്ചിരുന്നതും എന്നാൽ ഇത്തവണ കാലവർഷം അവസാനിക്കുമ്പോഴും ബോർഡിന്റെ ഡാമുകളിൽ 246 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിനുള്ള വെള്ളമേ ഉള്ളൂ എന്നതും കഴിഞ്ഞ തവണ ഈ സമയത്ത് 328 കോടി യൂണിറ്റ് ഉൽപാദനത്തിലുള്ള വെള്ളമുണ്ടായിരുന്നു എന്നതും വൈദ്യുതി ഉൽപാദനത്തെ ഗണ്യമായി ബാധിക്കുന്നുണ്ട് എന്നതും വസ്തുതയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ വൈദ്യുതി വാങ്ങാൻ ചെലവായ തുക നിരക്കിലൂടെ ഈടാക്കാൻ കഴിയാത്തത് മൂലം 2024 വരെ KCBക്കുണ്ടായ നഷ്ടം 2039 മുൻപ് നികത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ വൈദ്യുതി നിരക്ക് വർധന വഴി ഈടാക്കാൻ കഴിയാത്ത അംഗീകൃത നഷ്ടം വരും വർഷങ്ങളിൽ പിരിച്ചെടുക്കണമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ ഫിക്സഡ് ചാർജിൽ വീണ്ടും വർധനയ്ക്ക് കളമൊരുങ്ങുന്ന നിർദ്ദേശവും ഇതിലുണ്ട്. ഫിക്സഡ് ചാർജ് കണക്റ്റഡ് ലോഡിംഗിന്റെയോ ഉയർന്ന വൈദ്യുതി ആവശ്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കാമെന്നാണ് നിർദ്ദേശം. ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവനുസരിച്ചാണ് നിലവിൽ ഫിക്സഡ് ചാർജ് നിശ്ചയിക്കുന്നത്. ഇതിൽ ഓരോ വർഷവും കമ്മീഷൻ വർധന വരുത്തുന്നുമുണ്ട്. പുതിയ രീതിയിൽ 1 കിലോ വാട്ടിന് നിശ്ചിത നിരക്ക് എന്ന നിലയിലേക്ക് ഫിക്സഡ് ചാർജ് മാറും. ഇത് ഉപഭോക്താക്കൾക്ക് അധിക ഭാരമുണ്ടാക്കുന്നതുമായിരിക്കും. അതേസമയം പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 25 വരെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസരവും നൽകിയിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.